അപ്പോൾ നമ്മൾ അബുവാക്കാൻ്റെ മൂന്നാമത്തെ കുഴി മീൻപിടുത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മൂന്നാമത്തെ കുഴിയിലൊരു യുദ്ധം തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും 1, 2, 3 ഇന്നിപ്പോൾ ഏകദേശം വൈകിട്ടായി. ഇനിയിപ്പോൾ നാളെയോ നാലാമത്തെ കുഴി മീൻ പിടിക്കുക. അത് ഇതിൻ്റെ അപ്പുറമായിരിക്കും കേട്ടോ. അത്രയും മീനുകളാണ് ആ ഒരു നാലാമത്തെ ഭാഗത്ത്. അപ്പോൾ അതെന്തായാലും അടുത്ത വീഡിയോയിൽ അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് 1-ൽ നിന്ന് 2-ൽ നിന്നും 3-ൽ നിന്നും കിട്ടിയുള്ള കംപ്ലീറ്റ് മീനുകൾ കാണാൻ എത്രത്തോളം ഉണ്ട്. അപ്പോൾ ഇനി ഇത് ഓരി വെക്കൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയുള്ള മീനുകൾ കംപ്ലീറ്റ് ഓരോരോ പാത്രത്തിലുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കാണട്ടോ. വരാല് അതുപോലെ തിലാപ്പിയകളാണ് ഇപ്രാവശ്യം കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു 3 ഭാഗത്തു നിന്നും കൂടുതലായിട്ട് തിലാപ്പിയകളാണ്. അപ്പം എന്തായാലും വരാലുകളുണ്ട്. ഒക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണട്ടോ. പാടത്തായതുകൊണ്ടാണ് അവിടെ ചവിട്ടി പിടിച്ചോ. ഇവിടെ അപ്പോൾ അത് തിലാപ്പികളൊക്കെ കഴിഞ്ഞ് വരാല് ആക്കിയിരുന്നൊരു ഡ്രം ഇവിടെ ചെരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേറൊരു ഡ്രമ്മിൽ കൂടി വരാലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നിലുള്ളത് ചെരിഞ്ഞിട്ടുണ്ട്. ഇത്രയും വരാലുകൾ ഇതേ കാണാം. അതൊക്കെ ഇനി ഓരിയാക്കുകയാണ് കേട്ടോ. നമുക്ക് അടുത്ത ഡ്രമ്മിലുള്ള ഇതേ ചെരിയാണ്. അപ്പോൾ അത് അതിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ വരാലുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വരാലുകളും കിട്ടിയിട്ടുണ്ട്. തിലാപ്പിയകൾ കിട്ടിയ പോലെ തന്നെ. ഇനി ഇത് കൂടാതെ നമ്മളെ പൊരിക്ക് കടുവ എന്നൊക്കെ പറയുന്ന മീൻ സെപ്പറേറ്റ് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് മറ്റൊരു പാത്രത്തിൽ. ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു 3 കുഴിയിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. ഇനി നാലാമത്തെ നമ്മൾ നാളെ പിടിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണട്ടോ.